Good morning, friends. My topic is primer designing and purification. Primer designing and purification. A primer is a short synthetic oligonucleotide which is used in many molecular technique from PCR to DNA sequencing. Primer എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സിന്തറ്റിക് ഒളിഗോന്യൂക്ലിയോട്ടൈഡ് ആണ്. PCR, DNA sequencing അങ്ങനെയുള്ളതിന് മോളിക്കുലർ ടെക്നിക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. Designing oligonucleotide and making sure that you have the right parameters for your oligo is an important step in securing results, especially in PCR primer design. ഈ മോളിക്കുലർ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ എസ്പെഷ്യലി PCR ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൈമറി യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. In order to achieve successful DNA amplification, it is important to start off with a right primer. നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സക്സസ്ഫുൾ DNA ആംപ്ലിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് പ്രൈമർ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. These primers are designed to have a sequence which is a reverse complement of a region of template or target DNA to which we wish the primer to anneal. ഈ പ്രൈമർ എവിടെയാണോ പോയിട്ട് അനീൽ ചെയ്യേണ്ടത്, അതായത് അതിൻ്റെ ടെംപ്ലേറ്റ് ഓർ ടാർഗറ്റ് DNA റിവേഴ്സ് കോംപ്ലിമെൻ്റ് ആണ് പ്രൈമറിൻ്റെ സീക്വൻസ് ആയിട്ട് വരിക. Primer design. Aim for the GC content to be between 40 and 60% with a 3' of a primer ending in G or C to promote binding. GC content എന്ന് പറയുന്നത് 40 and 60% ഇടയിലായിരിക്കണം. This is known as GC clamp. G and C have stronger hydrogen bonding and help with the stability of the primer. Be mindful not to have too many repeating G or C bases as this can cause primer-dimer formation. G and Cക്കാണ് സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്. അപ്പോൾ അത് പ്രൈമറിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ കുറേ G and C റിപ്പീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അപ്പോൾ പ്രൈമർ ഡൈമർ ഫോർമേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ഒരു 40-60% ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്യണം. ഗുഡ് ലെങ്ത് ഫോർ PCR primer is generally around 18 to 30 bases. ഒരു പ്രൈമറിൻ്റെ ഗുഡ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു 18 to 30 bases ആണ്. സ്പെസിഫിസിറ്റി യൂഷ്വലി ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ലെങ്ത് ആൻഡ് അനീലിംഗ് ടെമ്പറേച്ചർ. ഈ പ്രൈമറിൻ്റെ സ്പെസിഫിസിറ്റി അതിൻ്റെ ലെങ്ത്തിനെയും അനീലിംഗ് ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദ ഷോർട്ടർ ദ പ്രൈമേഴ്സ് ആർ ദ മോർ എഫിഷ്യൻസി ദേ വിൽ ബൈൻഡ് ഓർ അനീൽ ടു ദ ടാർഗറ്റ്. പ്രൈമർ എത്ര ഷോർട്ടർ ആവുന്നോ അപ്പോൾ അത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ബൈൻഡ് ചെയ്യും, അനീൽ ചെയ്യുകയും ചെയ്യും ടാർഗറ്റിക്ക്. ഒരു ടാർഗറ്റിലേക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് അത് ബൈൻഡ് ചെയ്യണമെങ്കിൽ അത് ഷോർട്ടർ പ്രൈമേഴ്സ് ആയിരിക്കണം. അതിൻ്റെ സ്പെസിഫിസിറ്റി ലെങ്ത്തിനെയും അനീലിംഗ് ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. യൂഷ്വലി ഒരു 18 to 30 bases ആണ് ഒരു പ്രൈമറിൻ്റെ ഗുഡ് ലെങ്ത് എന്ന് പറയുന്നത്. Try to make melting temperature of the primers between 65 degrees Celsius and 75 degrees Celsius and within 5 degrees Celsius of each other. Because the TM is dependent on the length, it is important to keep the primers on the shorter end. ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അതായത് TM എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഒരു 65 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 75 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ നിർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. The bases also impact the TM. G and C result in higher melting temperature than A and T. ഇതിൻ്റെ ബേസസും മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. G and C ആണെങ്കിൽ അതിന് ഹയർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണുള്ളത്. അഡിനിൻ ടൈമിനെക്കാട്ടിലും G and C ആണെങ്കിൽ അതിന് ഹയർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇഫ് ദ TM ഓഫ് യുവർ primer is very low, try to find a sequence with more GC content or extend the length of the primer a little. നമ്മളുടെ പ്രൈമർ അതിൻ്റെ TM എന്ന് പറയുന്നത് നല്ല കുറവാണെങ്കിൽ കുറച്ച് GC കണ്ടൻറ്റും കൂടി ഉള്ള ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആ പ്രൈമറിൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. Typically 3 to 4 nucleotides are added 5' of the restriction enzyme site in the primer to allow for efficient cutting. Restriction enzyme siteൻ്റെ 5' ഉണ്ടെങ്കിൽ ഒരു 3 to 4 nucleotides ആണ് ടിപ്പിക്കലി ആഡ് ചെയ്യാറ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. പ്രൈമറിൻ്റെ എഫിഷ്യൻറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈമിൽ 5' എൻഡിൽ ഒരു 3 to 4 ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത്. ട്രൈ ടു അവോയ്ഡ് റീജൻസ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് ഹാവ് എ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GC റിച്ച് ആൻഡ് AT റിച്ച് ഡൊമൈൻസ്. സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉള്ള റീജൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു GC AT ഡൊമൈൻസിൻ്റെ ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷനുള്ള പ്രൈമർ സെലക്ട് ചെയ്യുക. ട്രൈ ടു അവോയ്ഡ് റൺസ് ഓഫ് 4 or more of one base or dinucleotide repeats. അതായത് AC അങ്ങനെ AT അങ്ങനെയുള്ള ഡൈന്യൂക്ലിയോട്ടൈഡ് റിപ്പീറ്റ്സോ അല്ലെങ്കിൽ ഒരേ ഇതിൻ്റെ മോർ റിപ്പീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം.
ഇൻട്രാ പ്രൈമർ ഹോമോലോഗി, അതായത് മോർ ദാൻ 3 bases that complement within the primer, അല്ലെങ്കിൽ ഇൻറ്റർ പ്രൈമർ ഹോമോലോഗി, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമേഴ്സ് ഹാവിങ് കോംപ്ലിമെൻ്ററി സീക്വൻസസ്. ഇത് രണ്ടും അവോയ്ഡ് ചെയ്യണം. ഇൻട്രാ പ്രൈമർ ഹോമോലോഗിയും ഇൻറ്റർ പ്രൈമർ ഹോമോലോഗിയും അവോയ്ഡ് ചെയ്യണം. ദിസ് സർക്കംസ്റ്റൻസസ് ക്യാൻ ലീഡ് ടു സെൽഫ് ഡൈമർ ഓർ പ്രൈമർ ഡൈമേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് അനീലിംഗ് ടു ദ ഡിസയർഡ് DNA സീക്വൻസസ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡിസയർഡ് DNA സീക്വൻസിക്ക് അനീൽ ചെയ്യുന്നതിന് പകരം അതെന്ത് ചെയ്യും, സെൽഫ് ഡൈമറോ അല്ലെങ്കിൽ പ്രൈമർ ഡൈമറോ ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇഫ് യു ആർ യൂസിങ് ദ പ്രൈമേഴ്സ് ഫോർ ക്ലോണിങ്, വി റെക്കമെൻഡ് കാട്രിഡ്ജ് പ്യൂരിഫിക്കേഷൻ ആസ് എ മിനിമം ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ. ഈ പ്രൈമേഴ്സ് ക്ലോണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാട്രിഡ്ജ് പ്യൂരിഫിക്കേഷനാണ് റെക്കമെൻഡ് ചെയ്യണത്. അതൊരു മിനിമം ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷനായിട്ട് കാട്രിഡ്ജ് പ്യൂരിഫിക്കേഷനാണ് റെക്കമെൻഡ് ചെയ്യണത്. If you are using the primers for mutagenesis, try to have the mismatched bases towards the middle of the primer. മ്യൂട്ടാജെനസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മിസ്മാച്ച്ഡ് ബേസസ് പ്രൈമറിൻ്റെ മിഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇഫ് യു ആർ യൂസിങ് ദ പ്രൈമർ ഫോർ എ PCR റിയാക്ഷൻ ടു ബി യൂസ്ഡ് ഇൻ വിട്രോ ടോപ്പോ ക്ലോണിങ്, ദ പ്രൈമർ ഷുഡ് നോട്ട് ഹാവ് എ ഫോസ്ഫേറ്റ് മോഡിഫിക്കേഷൻ. ഇൻ വിട്രോ ടോപ്പോ ക്ലോണിങ്ങിനാണെങ്കിൽ പ്രൈമേഴ്സിൽ ഫോസ്ഫേറ്റ് മോഡിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. പ്രൈമർ ലെങ്ത്. Primer length determines the specificity and significantly affects its annealing to the template. നമ്മൾ പറഞ്ഞു പ്രൈമർ ലെങ്ത് ആണ് അതിൻ്റെ സ്പെസിഫിസിറ്റീനെയും അനീലിംഗ് പ്രോപ്പർട്ടീനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന്. ടു ഷോർട്ട് ലോ സ്പെസിഫിസിറ്റി റിസൾട്ടിങ് ഇൻ നോൺ സ്പെസിഫിക് ആംപ്ലിഫിക്കേഷൻ. നല്ല ഷോർട്ടാണെങ്കിൽ എന്താ ഉണ്ടാവുക, ലോ സ്പെസിഫിസിറ്റിയാണ് ഉണ്ടാവുക, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കും. ടു ലോങ് ആണെങ്കിൽ ഡിക്രീസ് ദ ടെംപ്ലേറ്റ് ബൈൻഡിങ് എഫിഷ്യൻസി. നല്ല നീളം കൂടിക്കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ബൈൻഡിങ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഓപ്റ്റിമൽ പ്രൈമർ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 18 to 30 ആണ്. മെൽറ്റിംഗ് ടെമ്പറേച്ചർ. Melting temperature is a temperature at which 1/2 of the DNA duplex will dissociate to become single stranded. Melting temperature എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 of the DNA duplex ഡിസോസിയേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്ട്രാൻഡഡ് ആവുന്ന ആ ടെമ്പറേച്ചറിനെയാണ്. ഒപ്റ്റിമൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 55 degree Celsius to 65 degree Celsius ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് നോട്ട് മോർ ദാൻ 5 degree Celsius. Primer dimer. Primer dimer consists of primer molecules that have attached to each other because of strings of complementary bases in the primers. പ്രൈമേഴ്സിലുള്ള കോംപ്ലിമെൻ്ററി ബേസസ് കാരണം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പ്രൈമർ മോളിക്യൂൾസിനെയാണ് നമ്മൾ പ്രൈമർ ഡൈമർ എന്ന് പറയുന്നത്. GC കണ്ടൻറ്റ്. മോർ GC പ്രൈമർ ഫെയിൽ ടു ബൈൻഡ് വിത്ത് ടാർഗറ്റ് സീക്വൻസ്. കൂടുതൽ GC കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ടാർഗറ്റ് സീക്വൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. മോർ AT ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈമറാണ് ഉണ്ടാവുക. ഒപ്റ്റിമൽ GC കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു 40% to 60% ആണ്. AT കൂടിക്കഴിഞ്ഞാലും അൺസ്റ്റേബിൾ ആവും. ഒപ്റ്റിമൽ ഒരു GC കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു 40 to 60% ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമേഴ്സ്. പ്രൊഡക്റ്റ് സൈസ് മിനിമം 150 ബേസ് പെയർ, മാക്സിമം 10 kbp. മോർ ദാൻ 10 kbp ആണെങ്കിൽ ഡിസൈർഡ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യില്ല. Primer secondary structures. Presence of the primer secondary structures produced by intermolecular or intramolecular interactions can lead to poor or no yield of the product. പ്രൈമർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻ്റർമോളിക്കുലാർ അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് വഴി പ്രൈമർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് കിട്ടില്ല. ദേ അഡ്വേഴ്സ്ലി അഫക്റ്റ് പ്രൈമർ ടെംപ്ലേറ്റ് അനീലിംഗ് ആൻഡ് ദസ് ദ ആംപ്ലിഫിക്കേഷൻ. ടെംപ്ലേറ്റ് അനീലിങ്ങിനെയും എഫക്റ്റ് ചെയ്യും, ആംപ്ലിഫിക്കേഷനെയും എഫക്റ്റ് ചെയ്യും. ദേ ഗ്രേറ്റ്ലി റെഡ്യൂസ് അവൈലബിലിറ്റി ഓഫ് പ്രൈമേഴ്സ് ടു ദ റിയാക്ഷൻ. അങ്ങനെ അവർ പ്രൈമേഴ്സിൻ്റെ അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇൻട്രാമോളിക്കുലാർ അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് വഴി വല്ല സെക്കൻഡറി സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്, ഡിസൈഡ് പ്രൊഡക്റ്റ് കിട്ടില്ല. അത് പ്രൈമർ ടെംപ്ലേറ്റ് അനീലിങ്ങിനെയും ആംപ്ലിഫിക്കേഷനൊക്കെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അത് പ്രൈമറിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കും. അതാണ് പ്രൈമർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. Repeats. A repeat is a dinucleotide occurring many times consecutively and should be avoided because they can misprime. For example, 80, 80, 80, 80. A maximum number of dinucleotide repeat acceptable in an oligo is 4 dinucleotide. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈന്യൂക്ലിയോടൈഡ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അധികം. ഒരു 4 ഡൈന്യൂക്ലിയോടൈഡ് വരെയൊക്കെയാണ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. 80, 80 പോലെയുള്ള റിപ്പീറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് മിസ്പ്രൈമിന് കാരണമാവും. റൺസ്. പ്രൈമർ വിത്ത് ലോങ് റൺസ് ഓഫ് എ സിംഗിൾ ബേസ് ഷുഡ് ജനറലി ബി അവോയ്ഡഡ് as they can misprime. For example, AGC, GGG അങ്ങനെ G കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ, അപ്പോൾ G ഒരു 5 വട്ടമൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വരാൻ പാടില്ല. എ മാക്സിമം നമ്പർ ഓഫ് റൺസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത് 4 ബേസ് പെയർ ആണ്. ഡൈന്യൂക്ലിയോടൈഡിൻ്റെ റിപ്പീറ്റ് ആണെങ്കിലും സിംഗിൾ ബേസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിലും രണ്ടും മിസ്പ്രൈം കോസ് ചെയ്യും.
3' end stability. It is a maximum delta G value of the 5 bases from the 3' end. An unstable 3' end will result in less false priming. Unstable ആയിട്ടുള്ള 3' end ആണെങ്കിൽ അത് less false priming ആണ് ഉണ്ടാവുക. Avoid template secondary structure. A single stranded nucleic acid sequences is highly unstable and fold into conformations. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ അത് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് ഓരോ കൺഫർമേഷൻ, അതായത് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് വരും. ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് template secondary structure depend largely on their free energy and melting temperature. ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിലെ ഫ്രീ എനർജീനെയും മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. Consideration of template secondary structure is important in designing primers, especially in PCR. നമ്മൾ പറഞ്ഞു ടെംപ്ലേറ്റിൻ്റെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് കൺസിഡർ ചെയ്യണം ഒരു പ്രൈമർ ഡിസൈൻ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി PCR കേസിൽ. ഇഫ് primers are designed on a secondary structure which is stable even above the annealing temperature, the primer are unable to bind to the template and yield of PCR product is significantly affected. ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് അനീലിംഗ് ടെമ്പറേച്ചറിന് മേലെയും സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടെംപ്ലേറ്റ് ആയിട്ട് ഈ പ്രൈമറിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രൊഡക്റ്റിനെയും അഫക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്, PCR പ്രൊഡക്റ്റിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. It is important to design primer in the region of the template that do not form stable secondary structure during the PCR reaction. PCR reactionൻ്റെ സമയത്ത് ടെംപ്ലേറ്റിൽ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ടാവാത്ത റീജിയൻസിലാണ് പ്രൈമർ ഡിസൈൻ ചെയ്യേണ്ടത്. യൂസിങ് പ്യൂരിഫൈഡ് പ്രൈമർ is supposed to minimize the introduction of unintended mutation, thus drastically improving the probability of generating your desired product. പ്യൂരിഫൈഡ് പ്രൈമേഴ്സ് യൂസ് ചെയ്താൽ അതിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. In order to achieve successful DNA amplification, it is important to start off with the right primer. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റൈറ്റ് പ്രൈമർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം.